ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇന്ന് നമുക്ക് സെൽഫ് ലവിനെ പറ്റി സംസാരിച്ചാലോ? എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർക്ക് സെൽഫ് ലവ് എന്താണെന്നൊക്കെ നല്ല ധാരണയുണ്ട് ഇപ്പോൾ. കാരണം നമ്മൾ ഒരു 90% ആൾക്കാർക്കും ഇതെന്താണെന്ന് അറിയാം. സെൽഫ് ലവ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുവേണ്ടിയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും അല്ലേ? ഞാനും അത് തന്നെ. സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ ഞാനാണ് ഏറ്റവും വലിയ ആൾ അങ്ങനെയൊന്നുമല്ല. ഞാനൊരു മനുഷ്യനാണ്, എനിക്കൊരു മനസ്സുണ്ട്, ഞാനും ബഹുമാനവും സ്നേഹവും കെയറുമൊക്കെ അർഹിക്കുന്ന ഒരാൾ എന്നുള്ളൊരു ചിന്തയാണ്. അങ്ങനെ ഒരു സംഭവമാണ് കേട്ടോ സെൽഫ് ലവ്. പിന്നെ സെൽഫ് ലവിനെ പറ്റി പറയുമ്പോൾ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു നമ്മൾ ഫസ്റ്റ് വരേണ്ട കാര്യം സെൽഫ് അക്സെപ്റ്റൻസ് ആണ്. അപ്പം നമ്മളെന്താണെന്ന്, അതല്ലെങ്കിൽ നിങ്ങളെന്താണെന്ന്, അല്ലെങ്കിൽ ഞാൻ എന്താണെന്ന് എനിക്കാണ് നന്നായി അറിയാവുന്നല്ലേ. നമ്മൾ പലപ്പോഴും പറയും, ഓ എന്നെപ്പറ്റി പുള്ളിക്കാരന് എല്ലാം അറിയാം, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണറെ എല്ലാം അറിയാം എന്നൊക്കെ പറയും. എങ്കിൽ പോലും നിങ്ങളുടെ ഒരു കോറുണ്ടല്ലോ, അതറിയാൻ പറ്റുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, നിങ്ങളുടെ വീക്ക്നെസ് എന്താണ്, നമുക്ക് എപ്പോഴാണ് ഇമോഷണൽ ബ്രേക്ക് ഡൗൺ വരുന്നത്, എന്ത് കാര്യമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്നത്, എന്ത് കാര്യമാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ കോൺഫിഡൻ്റ് ആക്കുന്നത്. സോ ഇതൊക്കെ അറിയാവുന്നത് നമുക്ക് മാത്രമാണ്. അപ്പം നമ്മളത് തിരിച്ചറിയുക, അതിനോടൊപ്പം തന്നെ അതിനെ അംഗീകരിക്കുക. അതാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് കാര്യം അതാണ്. കാരണം നമ്മളെല്ലാം വളരെ യുണീക്കായിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. നമ്മളാരും, ഈവൻ നമ്മളിപ്പം നമ്മുടെ സിബ്ലിങ്സ് പോലും ഒരുപാട് വ്യത്യാസമുണ്ട് നമ്മൾ തമ്മിലല്ലേ. അപ്പോൾ നമ്മളെല്ലാം യുണീക്കായിട്ടുള്ള ആൾക്കാരാണ്. അപ്പം നിങ്ങളെന്താണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയാൻ പറ്റൂ. അപ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക, അതാണ് ഫസ്റ്റ് വരുന്ന കാര്യം. സെക്കൻഡ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് സെൽഫ് കമ്പാഷൻ. ഞാനിപ്പോൾ അത് റീസെൻ്റ്ലി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് എനിക്ക് ഒരുപാട് ചേഞ്ചസും, എനിക്ക് കുറച്ചുകൂടെ ഞാൻ സ്ട്രോങ് ആയ പോലെ തോന്നുന്നുണ്ട്. നിങ്ങളങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല കാര്യം, അത് കണ്ടിന്യൂ ചെയ്യുക. സെൽഫ് കമ്പാഷൻ എന്ന് പറയുമ്പോൾ, കമ്പാഷൻ നമുക്കറിയാം, അനുകമ്പ. നിങ്ങൾക്ക് നിങ്ങളോട് അനുകമ്പ തോന്നാറുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വളരെ നല്ല കാര്യം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഒരു ഫ്രണ്ടിന്, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്, പുള്ളി ഒരു എക്സാമിൽ പുള്ളി വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അപ്പം നമ്മളോട് വന്നിട്ട് പുള്ളി നമ്മളോട് വിഷമം പറയുകയാണ്, ഇങ്ങനെ സംഭവിച്ചു. അപ്പം നിങ്ങൾ പുള്ളിയോട് എന്താ പറയുക? നിങ്ങൾ കുറ്റപ്പെടുത്തുമോ? ഇല്ല. നമ്മൾ ഉറപ്പായിട്ടും പറയും, അത് സാരമില്ലടാ, നെക്സ്റ്റ് ടൈം, ഇതൊരു എക്സാം അല്ലേ, നിൻ്റെ ലൈഫിൻ്റെ അവസാനമൊന്നും അല്ലല്ലോ, നെക്സ്റ്റ് ടൈം നോക്ക്, ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ എന്താ നീ അടുത്ത തവണ ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ പറയത്തില്ലേ? പുള്ളിക്ക് അതൊരു ഭയങ്കര ഒരു സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. മെൻ്റൽ സപ്പോർട്ട്. ഇതേ കാര്യം നിങ്ങൾക്ക് സംഭവിച്ചു. ഇപ്പോൾ നിങ്ങളുടെ അതിനൊരു മിസ്റ്റേക്ക് പറ്റി, അത് മിസ്റ്റേക്കാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം നമ്മൾ ആദ്യം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 80% ആൾക്കാരും, അല്ലെങ്കിൽ പൊട്ടൊരു 90% ആൾക്കാരും വിചാരിക്കും, ഞാൻ എന്നാലും അങ്ങനെ ചെയ്യണ്ടായിരുന്നു, എന്തിനായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തത്, എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കത്തില്ലേ. പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം നമ്മൾ പറയാം, സെൽഫ് ലവ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളോട് പറയാം, മനുഷ്യനല്ലേ, തെറ്റൊക്കെ പറ്റും, എനിക്ക് തെറ്റുപറ്റി, പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി അത് തെറ്റാണെന്ന്. നെക്സ്റ്റ് ടൈം ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുക. ഇത് ഭയങ്കര എനർജി തരും. പണ്ടൊക്കെ എന്നല്ല, ഈ റീസെൻ്റ്ലി ആണ് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ വായിച്ചത്. അപ്പോൾ എനിക്ക് തോന്നി സെൽഫ് കമ്പാഷൻ അത് ഭയങ്കര വലിയൊരു ടൂളാണ്. നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്ക്. ഇപ്പം എസ്പെഷ്യലി എൻ്റെ കേസിൽ, എനിക്ക് എൻ്റെ ജോലി സ്ഥലത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. പിന്നെ വീട്ടിൽ വന്നിട്ട് എനിക്ക് സമാധാനം കിട്ടത്തില്ല. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറി കേട്ടോ. ആ ഒരു സംഭവത്തിനെ ഞാനൊരു ലെസണായിട്ട് എടുക്കും. എന്ന് വെച്ച് ഞാനതിനെ കറക്റ്റ് ഇഗ്നോർ ചെയ്യത്തില്ല. ഞാൻ വലിയ ആളാണോ, അത് സാരമില്ല എന്നല്ല ഞാൻ ചിന്തിക്കുന്നത്. അതിന് പകരം അത് സാരമില്ല, നെക്സ്റ്റ് ടൈം ആവട്ടെ, ശരിയാക്കാം, ഇനി കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ സെൽഫ് ലവിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളത്. ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ നന്നായി അറിയാം. എവിടെയാണ് ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കാണ് അറിയാവുന്നത് അല്ലേ. ആ സമയത്ത് ഇപ്പം നിങ്ങളുടെ ചുറ്റുമുള്ളവർ, ഫ്രണ്ട്സ് ആകാം, ഫാമിലിയിലുള്ളവരാകാം, ആരും ആകാം, നിങ്ങളുടെ ക്ലോസ് സർക്കിളിലുള്ള ഒരാളാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാവാം.
ആ സമയത്ത് ഇപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അവർ ചെയ്യാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ നിങ്ങൾക്കതിൽ താല്പര്യമില്ല, അവരോട് പറയുക ഇതിലെനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് എനിക്ക് പറ്റില്ല, നോ എന്ന് പറയുക. എനിക്ക് തോന്നുന്നത് പല സാഹചര്യങ്ങളിലും സെൽഫ് ലവ് എന്ന് പറയുന്നത് നോ പറയാനുള്ള ഒരു ധൈര്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക, അത് ഡെവലപ്പ് ചെയ്തെടുക്കുക. പലപ്പോഴും നമുക്ക് പറ്റില്ല അല്ലേ? ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും. അതുകൊണ്ട് അവരെ വിഷമിപ്പിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ വിഷമം എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു പക്ഷേ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അറിയുന്നുണ്ടാവില്ല അവർ ചെയ്യുന്ന ആ കാര്യം നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന്, അല്ലെങ്കിൽ നമ്മളതിൽ കംഫർട്ടബിൾ അല്ല, അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു ജോക്ക് നമുക്ക് ആ ഒരു ജോക്കായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നോ പറയേണ്ടടുത്ത് നോ പറയുക. പാടായിരിക്കും ആദ്യമൊക്കെ, പക്ഷെ നമുക്ക് പ്രാക്ടീസിലൂടെ അത് 1-2 തവണ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആ ധൈര്യം ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. അത് ഭയങ്കര ഒരു ധൈര്യമാണ്. അത് നല്ലതാണ് കേട്ടോ. കാരണം നമ്മൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് നോ പറയുക. അതൊരു വലിയ കാര്യമാണ്. പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം സെൽഫ് ലവിൽ നന്നായി റെസ്റ്റ് എടുക്കുക. നമ്മളെല്ലാവരും ബിസിയാണ്. ബിസി എന്ന് പറയുമ്പം ഫിസിക്കലി ഇങ്ങനെ ഓടിപ്പോകുന്നു, അതിൽ വർക്കിൽ എൻഗേജ്ഡ് ആവുന്നു, അത് മാത്രമല്ല ബിസി. എനിക്ക് തോന്നുന്നു മെൻ്റലിയും നമ്മൾ കുറേ ബിസി ആയിട്ടുള്ളവരാണ്. നമ്മൾ ഭയങ്കരമായിട്ട് തിങ്ക് ചെയ്യുന്നവരായിരിക്കും. പല പ്രശ്നങ്ങളും നമ്മളെ അലട്ടുന്നുണ്ടാവുമായിരിക്കും. അത് ഫാമിലിയിലെ പ്രശ്നങ്ങളായിരിക്കാം, ജോലിയിലെ പ്രശ്നങ്ങളായിരിക്കാം, റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളായിരിക്കാം. അപ്പം മെൻ്റലി നമ്മൾ ബിസിയാണ്. ഈ ബിസിയായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ ഡിസ്ട്രസ്ഡ് ആണ്, നമ്മളാകെ ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നതെന്നറിയാം. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിലാണെങ്കിൽ പോലും ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി ഡെയിലി മാറ്റി വെച്ച് നോക്കൂ. നിങ്ങൾ ജസ്റ്റ് ചുമ്മാ അത് ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടമുള്ളവർ ഒറ്റയ്ക്കിരുന്ന് നോക്കൂ. പിന്നെ കുറച്ച് ഗാർഡനിങ് ഒക്കെ ഇഷ്ടമുള്ളവർ നിങ്ങൾ നട്ട പൂച്ചെടിയുടെ അടുത്തോട്ടോ അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾസ് ഒക്കെ നട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തോട്ടൊക്കെ പോയി ജസ്റ്റ് കുറച്ച് സമയം അവരുമായിട്ട് സ്പെൻഡ് ചെയ്ത് നോക്ക്. നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഓവർ തിങ്കിങ് ഒക്കെ വളരെ കുറയ്ക്കാൻ നോക്കൂ. പ്രസൻറ്റിൽ ജീവിക്കാൻ പറ്റുന്നെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യം. പിന്നെ എൻ്റെ ഒരു ഇതിൽ സെൽഫ് ലവ് നമുക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. ആദ്യമൊക്കെ നമ്മൾ കോൺഷ്യസ്ലി പ്രാക്ടീസ് ചെയ്യണം. പിന്നെ പതുക്കെ നമ്മളതായി മാറും. നമ്മുടെ ഒരു റുട്ടീനാവും അത്. നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും നമ്മളോട് കമ്പാഷനേറ്റ് ആവും. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് നമ്മൾ വാല്യൂ കൊടുക്കും. അതിന് സമയം കണ്ടെത്താൻ തുടങ്ങും. വായിക്കാൻ ഇഷ്ടമുള്ളവർ ഡെയിലി 2 പേജെങ്കിലും വെച്ച് വായിച്ച് നോക്കൂ. ഇതിപ്പം നിങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷേ ഒന്ന് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. സ്മോൾ സ്റ്റെപ്സ് മതി. നമുക്ക് വലിയ ഒരു റിമാർക്കബിൾ ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് വലിയ സന്തോഷങ്ങളും വലിയ മാറ്റങ്ങളും നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കാൻ എന്തായാലും പറ്റും. നമ്മളാണ് എല്ലാം. ഇതൊരു സെൽഫിഷായിട്ട് മാറില്ല ഒരിക്കലും കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സൊന്നുകൂടെ വലുതാവും. നിങ്ങൾക്ക് മറ്റുള്ളവരോട് ഫൊർഗീവ് ചെയ്യാൻ പറ്റും പെട്ടെന്ന്. നിങ്ങൾക്ക് നിങ്ങളോട് ഫൊർഗീവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് മുന്നിലൊരു ചോദ്യമില്ല. മറ്റുള്ളവരുടെ തെറ്റുകളും നിങ്ങൾക്ക് ക്ഷമിച്ച് അവരുടെ കൂടെ മുന്നോട്ട് പോകാൻ എന്തായാലും പറ്റും. അപ്പോൾ ഇവിടെ ഒരു സെൽഫിഷേ ആവുന്നില്ല. നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളുടെ ഒരു ബെസ്റ്റ് വേർഷൻ ആവും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾ എന്നെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇങ്ങനെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഞാനും ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് വരുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പുതിയ കാര്യങ്ങളുണ്ടെങ്കിൽ എന്നോട് ഷെയർ ചെയ്യുക. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഉടനെ കാണാം. ഓക്കെ, ബൈ.